അരുൺ, എന്തുണ്ട് സമ്മേളന നടത്തിപ്പിന്റെ വൻ തിരക്കിൽ? അതെ അതെ അതെ, സമ്മേളനം വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോവാണ്. കൊല്ലം ജനത മാത്രമല്ല, കേരളമാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയാണ്. കണ്ടില്ലേ അതെ അതെ നിങ്ങളുടെ ജില്ലയിലേക്ക്? അതെ 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 അതെ, മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് പോലും സഹാക്കൾ എത്തുന്നുണ്ട്. അതെ അതെ, വളരെ ആവേശത്തിലാണ്, നാടാകെ ഒഴുകിയെത്തിയാണ്. ബഹുജന റാലിയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ബഹുജന റാലിയും റെഡ് വാളണ്ടിയർ പരേഡും 4 ലക്ഷം ചുവപ്പ് സേനയാണ് അണിനിരക്കുന്നത്. അതേപോലെ 2 ലക്ഷത്തിലധികം ആളുകൾ. ഞങ്ങള് ഇവിടുത്തെ ജില്ലയിലെ സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുമെന്നാണ് ഈ വെളുപ്പാങ്കാലത്ത് മുതൽ ലഭിക്കുന്ന അനുഭവങ്ങൾ. അതിന് പ്രവർത്തകരോട് വരാൻ പറഞ്ഞിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ വിവിധ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണോ? എങ്ങനെയാണ്? അതെ അതെ, കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമാണ് റെഡ് വാളണ്ടിയർ പരേഡും പൊതുപ്രകടനവും ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സമ്മേളനത്തിന്റെ ആവേശത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നല്ല, മറ്റ് സംസ്ഥാനത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പൊ നല്ല തമിഴ്നാട്ടിലുള്ള കുറെ സഹാക്കൾ ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് കേരളമാണ്, മലപ്പുറം ഉണ്ട്, ഇടുക്കി ഉണ്ട്, തൃശ്ശൂർ പറയുന്നുണ്ട്, പാലക്കാട് കേരളമാകെ കണ്ണൂര്, മലപ്പുറം, പട്ടാമ്പി, അപ്പൊ കേരളത്തിന്റെ പരിച്ഛേദം മൊത്തം ഉണ്ട് ഇവിടെ. സമ്മേളന പ്രതിനിധികളോടൊപ്പം തന്നെ പാർട്ടി സഖാക്കളും നാടുമാകെ ആവേശത്തിൽ ഒഴുകിയെത്തിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രകടനവും വോളണ്ടിയർ മാർച്ചാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് പ്രകടനവും വോളണ്ടിയർ മാർച്ച് 3 കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒന്ന് പറയാമോ കാര്യങ്ങളൊന്നും? അത് ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒന്ന് കച്ചേരി ജംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ QAC ഗ്രൗണ്ട്, കടപ്പാക്കട, അപ്പോൾ ഇവിടെ 3 കേന്ദ്രീകരിച്ചിട്ടാണ് സമ്മേളന നഗറിലേക്ക് എത്തുന്നത്. അപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് കൊല്ലം ഏറ്റെടുത്തിരിക്കുന്നത്. വിവിധ കലാകായിക പരിപാടികൾ, സെമിനാറുകൾ, ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇതിനോടൊപ്പം തന്നെ ഈ നാടിന് പകർന്നു നൽകിയ ഒരു സർഗാത്മക രാഷ്ട്രീയത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ ആവേശകരമായ പരിപാടികളാണ് ഏറ്റെടുത്തത്. ഏതായാലും വളരെ വളരെ ആവേശത്തോടെ, അല്ലെങ്കിൽ ഇവിടെ വന്ന മാറ്റത്തെക്കുറിച്ച്, ഇതിന്റെ സംഘാടനത്തെക്കുറിച്ച്, ഇന്ന് ഈ കാണുന്ന കൊല്ലം ഇനി അങ്ങോട്ട് മാറാൻ പോവുകയാണ്. കൊല്ലം വേറൊരു ലെവലിലായിരിക്കും ഇനി കാണാൻ പോകുന്നത്. താങ്ക് യു. രാവിലെ നല്ല തിരക്കിനിടയിലാണ് പിടിച്ചു നിർത്തി നമ്മൾ സംസാരിപ്പിച്ചത്. കൊല്ലത്ത് ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ട്, അക്കാര്യം കൂടി ഒന്ന് പറഞ്ഞിരുന്നു. പോലീസും ബന്ധപ്പെട്ട സംഘാടക സമിതി എല്ലാം ഇതിന്റെ അറിയിപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഞാനും നേരത്തെ ചോദിച്ചതുകൊണ്ടാണ്. പ്രവർത്തകരെ 3 കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സീതാറാം യെച്ചൂരി നഗറിലേക്ക്, ആശ്രമം മൈതാനത്തേക്ക് എത്തുക. അതിനനുസരിച്ചുള്ള ഗതാഗത ക്രമീകരണം ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുത്തിയിട്ടുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അത് പ്രധാനമാണ്. പാർട്ടിയും സഹാക്കളും എല്ലാം അതുകൊണ്ട് സഹകരിച്ച് പൊതുവിൽ പൊതുജനങ്ങളും അത് ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ, കാരണം അത്യാവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മനുഷ്യർ ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ, പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കാത്ത നിലയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. എങ്കിലും ഇത്രയധികം മനുഷ്യർ ഒത്തുചേരുന്നതാണ്. സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രായോഗിക രീതി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ ട്രാഫിക് നിയന്ത്രണങ്ങളും അതിനു വരുത്തിയിട്ടുള്ള മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല സമാധാനത്തോടെ, നല്ല സന്തോഷത്തോടെ നാടിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റിനൊപ്പം നിൽക്കുന്ന നിലയിൽ ഈ ഒരു ദിവസത്തെ കാണാനാകും എന്നാണ് ഇവിടുന്ന് കിട്ടുന്ന, കൊല്ലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് ഫീൽ. അതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. താങ്ക് യു. നടക്കട്ടെ.